ഇന്ത്യയുടെ ഉപരോധം അല്ലെങ്കിൽ ഇന്ത്യയുടെ നിസ്സഹകരണം എന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ആദ്യമായിട്ട് 10-40 വർഷത്തിന് ശേഷം കറാച്ചിയിൽ നിന്നും ചിറ്റഗോങ് പോർട്ടിലേക്ക് ഒരു കപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ബംഗ്ലാദേശ് നടത്തുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റുന്നതല്ല ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലോകത്ത് യുദ്ധം എന്നത് യുദ്ധത്തെക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് അഭയാർത്ഥി പ്രവാഹം എന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശുമായിട്ടുള്ള യുദ്ധം നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമല്ല, അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷെ അഭയാർത്ഥി പ്രവാഹം മനുഷ്യർ ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാലഞ്ച് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നമുക്ക് ബംഗ്ലാദേശിന്റെ വളരെ അടുത്ത ഈ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിച്ച ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. നേപ്പാളിനേക്കാൾ, ശ്രീലങ്കയേക്കാൾ, ഇത് അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ G20 സമ്മിറ്റിൽ ബംഗ്ലാദേശ് നമ്മളെ സ്പെഷ്യൽ മുഖ്യ ഒരു അതിഥിയായിട്ട് ഈ ഷെയ്ഖ് ഹസീന പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷെയ്ഖ് ഹസീനയുടെ അഭാവം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാക്വം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ എങ്ങനെ ഡിപ്ലോമസിയിലൂടെ നമ്മൾ കടന്ന് ഇരിക്കും എന്നുള്ളത് വരുന്ന നിമിഷങ്ങളിൽ വലിയൊരു ചാലഞ്ച് തന്നെയാണ്. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ഒരു സാധ്യത.